പശ്ചിമേഷ്യയിൽ കുറേ ദിവസമായി ഉരുണ്ടുകൂടിയ യുദ്ധാന്തരീക്ഷം വീണ്ടും വലിയ രീതിയിൽ സന്നാഹങ്ങളോടെ പുനരാരംഭിക്കുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധമുനമ്പിൽ എത്തിയിരിക്കുകയാണ്. യുദ്ധത്തിന് സജ്ജമാകാൻ അമേരിക്കൻ സൈന്യത്തിന് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടിയുള്ള പടക്കോപ്പുകൾ കൂട്ടി ഇപ്പോൾ യുദ്ധം തുടങ്ങുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചിട്ട് കുറേ ദിവസമായി. യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാനെതിരെ ഒരു യുദ്ധം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വലിയ സന്ദേഹങ്ങളുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പല ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളും അവരുടെ സർവീസുകൾ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഒരു യുദ്ധാന്തരീക്ഷം മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെട്ടിരുന്നു. എന്നാൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ അവിടെയുള്ള ഒരു ഭരണമാറ്റത്തിന് നെഗോഷിയേഷന് വേണ്ടി വിലപേശലിന് വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രങ്ങളായി പലരും വിലയിരുത്തിയിരുന്നു. ഭീതിപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. മറ്റു രാജ്യങ്ങളെ ആക്രമിച്ചതുപോലെ എളുപ്പമായിരിക്കില്ല ഇറാനെതിരെയുള്ള പടനീക്കങ്ങൾ. കാരണം ഇറാൻ്റെ പരിസരത്ത് ഉള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളുള്ള മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സഖ്യകക്ഷികളായ തങ്ങളുടെ സൈനിക താവളങ്ങളുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടാകും. ഇറാനെതിരെയുള്ള ഒരു ആക്രമണത്തിന് തങ്ങളുടെ രാജ്യങ്ങൾ താവളമാക്കാൻ കഴിയില്ല എന്ന് UAEയും സൗദിയും പ്രഖ്യാപിച്ചതിൻ്റെ താല്പര്യം ഇതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു യുദ്ധ സന്നാഹത്തിന് അമേരിക്ക തയ്യാറാകുന്നത്. ഇറാനും US-ഉം തമ്മിലുള്ള ആണവ കരാർ ചർച്ചകൾ അട്ടിമറിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു. ഇറാനിലേക്ക് മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി അയക്കാൻ US ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ആഴ്ചകൾ നീളുന്ന യുദ്ധത്തിന് സജ്ജരാകാൻ വേണ്ടി പട്ടാളത്തോട് US ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനെ ആക്രമിക്കാൻ ട്രംപ് ഉത്തരവ് നൽകിയാൽ ആക്രമണം ആരംഭിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും തയ്യാറെടുപ്പുകളും സൈന്യം നടത്തിയിരിക്കുന്നു. മുതിർന്ന US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഒമാനിലെ മസ്കത്തിൽ മധ്യസ്ഥർ വഴി US-ഉം ഇറാനും ആദ്യവട്ട ചർച്ചകൾ നടത്തിയത്. ഇതിനു പിന്നാലെ പശ്ചിമേഷ്യയിൽ US പടയൊരുക്കം ശക്തമാക്കുന്നതാണ് വീണ്ടും യുദ്ധഭീതിക്ക് ഇടയാക്കുന്നത്. പശ്ചിമേഷ്യയിലേക്ക് ഒരു വിമാനവാഹിനി കപ്പൽ കൂടി അയക്കുന്ന കാര്യം പെൻറ്റഗൺ സ്ഥിരീകരിച്ചിരിക്കുന്നു. 1000-ലേറെ സൈനികരെ ഗൾഫ് താവളങ്ങളിലേക്ക് എത്തിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഗൈഡഡ് മിസൈൽ, പ്രതിരോധ കപ്പൽ എന്നിവയും മേഖലയിൽ കൂടുതലായി വിന്യസിക്കും. നോർത്ത് കരോലിനയിൽ വെച്ച് US സൈന്യവുമായി സംസാരിക്കവേ ഇറാനുമായുള്ള ആണവ കരാറിൽ എത്താൻ പ്രയാസമാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇറാനുമായുള്ള പ്രശ്നത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്ന കാര്യത്തിൽ പ്രസിഡന്റ് ട്രംപിൻ്റെ മേശപ്പുറത്ത് എല്ലാം ഉണ്ടെന്ന് വൈറ്റ് ഹൗസ് വക്താവായ അന്ന കെല്ലി പറഞ്ഞു. തങ്ങളെ US ആക്രമിച്ചാൽ ജോർദാൻ, കുവൈത്ത്, സൗദി, ഖത്തർ, ബഹ്റൈൻ, UAE ഈ രാജ്യങ്ങളിലെ US താവളങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നു. കരാറിന് തയ്യാറായിട്ടില്ലെങ്കിൽ വിമാനവാഹിനി കപ്പൽ അയക്കുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. USS ജെറാൾഡ് ആർഫോർഡാണ് വിമാനവാഹിനി കപ്പലെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. USS അബ്രഹാം ലിങ്കൺ ഇറാനു സമീപം അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. യുദ്ധഭീഷണിയുമായി അമേരിക്ക രംഗത്ത് വരുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധ മുനമ്പിൽ എത്തി നിൽക്കുകയാണ്. അമേരിക്ക യുദ്ധം നടത്തുന്നത് നെതന്യാഹുവിൻ്റെ ആവശ്യപ്രകാരമാണ്. നിലപാടുകളും നയങ്ങളും മാറ്റുന്ന ട്രംപിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.